ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മർക്കോസിൻ്റെ സുവിശേഷമാണ് 8-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. യേശു കർത്താവ് പത്രോസിനെ ശാസിച്ചൊരു ദൂത് സന്ദേശം അവന് കൊടുക്കുകയാണ്. എന്നെ വിട്ടു പോ സാത്താനെ എന്ന് പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു. പത്രോസിലൂടെ സാത്താൻ കയറി നിൽക്കുകയാണ്. അപ്പം ഒരു ചോദ്യം, യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മളിൽ ഇതുപോലെ സാത്താന്യ ശക്തികൾ കുടികൊണ്ട് നിൽക്കുമോ, കയറി നിൽക്കുമോ? നിൽക്കും. കാരണം യേശു കർത്താവ് കൂടെ ഉള്ളപ്പോൾ പത്രോസും കൂടെ അവരുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. പെട്ടെന്നൊരു നിമിഷത്തേക്ക് പത്രോസിലേക്ക് സാത്താൻ കയറി. യൂദായുടെ ഉള്ളത്തിൽ അപ്പക്കണ്ണം മുക്കി കർത്താവ് കൊടുത്തപ്പോഴാണ് കയറിയത്. ഇവിടെ അല്ലാതെ എപ്പോഴോ കയറി കഴിഞ്ഞു. യേശു കർത്താവിനെ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് പോയിട്ട് നിനക്കത് സംഭവിക്കരുത്. ഏതാ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു പറയുന്നത്, പത്രോസ് തിരിച്ചു പറയുന്നത്. എന്നാൽ ഇവിടെ പത്രോസിനെ വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്. അന്നേരം തന്നെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പത്രോസിനെ ശാസിച്ച് എന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യൻ്റേത് അത്രേ കരുതുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ചുള്ള ചിന്ത, കർത്താവിൻ്റെ ചിന്തയെന്ന് പറയുന്നത് നാം കർത്താവിനുള്ളത് കരുതണം, പിശാചിനുള്ളത് കരുതരുത്. നമ്മുടെ ഹൃദയത്തിൽ നിറച്ചും കർത്താവിനുള്ള കരുതലുകളായിരിക്കണം. സാത്താൻ എപ്പോഴും നമ്മളെ വശീകരിക്കാം. കർത്താവ് കൂടെ ഉള്ളപ്പോഴും പത്രോസിനെ വശീകരിച്ചതുപോലെ നമ്മളെ വശീകരിക്കാം. ഏതെങ്കിലും നിലയിൽ നമ്മുടെ നാവിലൂടെ, നമ്മുടെ വായിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നോട്ടത്തിൽ, ചിന്തയിൽ, കേൾവിയിൽ, സംസാരത്തിൽ ഇത് സാധാരണ ശക്തികൾ വന്ന് ഇടപെട്ട്. എന്നാൽ ഇവിടെയെല്ലാം വിജയം തരുവാൻ ഒരു കർത്താവുണ്ട്. നമ്മളെ ശാസിച്ച് കറക്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ നേരായ പാതയിൽ കൊണ്ടുപോകാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിനോടൊപ്പം നമുക്കും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കാം. കർത്താവ് വചനം നമുക്ക് അനുഗ്രഹപ്രദമാക്കി നൽകട്ടെ. ആമേൻ.